ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമുക്കറിയാം, ഹിമാലയം ഇന്ത്യയുടെ വടക്കേ അതിരാണ് ഹിമാലയം. ഹിമം, മഞ്ഞ്, മഞ്ഞിൻ്റെ ആലയം, മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ്. മാത്രവുമല്ല, ഹിമാലയത്തെ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. ധാരാളം നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള ധാരാളം നദികളുടെ ഉത്ഭവ കേന്ദ്രം ഹിമാലയമാണ്. ഈ ഹിമാലയൻ നദികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. വേനൽക്കാലത്ത് പോലും നിറഞ്ഞൊഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അതുകൊണ്ട് തന്നെ ഹിമാലയത്തെ ഏഷ്യയുടെ വാട്ടർ ടവർ എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. ഹിമാലയ പർവ്വതം അവസാദശിലകളാൽ നിർമ്മിതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതവും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതവും ഹിമാലയമാണ്. ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി അതിനടിയിലുള്ള തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങിയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. ഇൻഡോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി അതിനടിയിലുള്ള തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങിയാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഹിമാലയ പർവ്വതം 6 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യ, ഭൂട്ടാൻ, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ 6 രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതം വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയ പർവ്വതത്തിന്റെ നീളവും വിസ്തൃതിയുമൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഹിമാലയത്തിന് ഏകദേശം 2400 കിലോമീറ്റർ നീളവും ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുണ്ടെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇനി ഹിമാലയത്തിലെ കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയത്തിൽ ധാരാളം കൊടുമുടികളുണ്ട്. ഒന്ന് മൗണ്ട് എവറസ്റ്റ്, എവറസ്റ്റ് കൊടുമുടി. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. 8848 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്ററാണ്. ഈ കാഞ്ചൻജംഗ ഇന്ത്യയിലാണെങ്കിലും പൂർണ്ണമായും ഇന്ത്യയിലാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇന്ത്യയിലും കുറച്ചു ഭാഗങ്ങൾ നേപ്പാളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു കൊടുമുടിയാണ് മാക്ലു. മാക്ലു 8481 മീറ്റർ ഉയരമുള്ള മാക്ലു നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ്, ഹിമാലയത്തിലാണ്. മറ്റൊരു കൊടുമുടിയാണ് നംഗപർവ്വതം. നംഗപർവ്വതത്തിന്റെ ഉയരം 8126 മീറ്ററാണ്. ഈ നംഗപർവ്വതവും പൂർണ്ണമായും ഇന്ത്യയിലാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇന്ത്യയിലും പ്രശ്നബാധിത കാശ്മീരിലുമായി, പാകിസ്ഥാനുമായി തർക്കം നടക്കുന്ന പ്രശ്നബാധിത കാശ്മീരിലുമായിട്ടാണ് നംഗപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ നംഗപർവ്വതത്തെ ദയാമീർ അഥവാ പർവ്വതങ്ങളുടെ രാജാവ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അന്നപൂർണ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന 8078 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് അന്നപൂർണ. നന്ദാദേവി വളരെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണ് നന്ദാദേവി. നന്ദാദേവി ഇന്ത്യയിലാണ്. 7817 മീറ്ററാണ് ഇതിന്റെ ഉയരം. നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. ഇതിന്റെ ഉയരം 7817 മീറ്ററാണ്. ഇനി സർ സിഡ്നി ബെർണാഡ് നദീ താഴ്വരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഇങ്ങനെയാണ്: പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം. ഇതിൽ പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾക്കിടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കുമയൂൺ ഹിമാലയം സത്ലജിനും കാളി നദിക്കുമിടയിൽ. നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്തയ്ക്കുമിടയിൽ. അസം ഹിമാലയം ടീസ്ത നദിക്കും ബ്രഹ്മപുത്രയ്ക്കുമിടയിൽ. ഈ സിഡ്നി ബെർണാഡിന്റെ ഹിമാലയത്തെ വിഭജിച്ചത് SCERTകളിൽ ബോക്സിലായി ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് വേണം പഠിച്ചു പോകാൻ.
ഹിമാലയത്തെ പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, അസം ഹിമാലയം എന്നിങ്ങനെ വിഭജിച്ചത് സർ സിഡ്നി ബെർണാഡ് ആണ്. പഞ്ചാബ് ഹിമാലയം സത്ലജ് സിന്ധു നദികൾക്കിടയിലും, കുമയൂൺ ഹിമാലയം സത്ലജ് കാളി നദികൾക്കിടയിലും, നേപ്പാൾ ഹിമാലയം കാളി ടീസ്ത നദികൾക്കിടയിലും, അസം ഹിമാലയം ടീസ്ത ബ്രഹ്മപുത്ര നദികൾക്കിടയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമൊക്കെയാണ് ഹിമാലയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ ഏവർക്കും ബൈ. താങ്ക് യു.